ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ജെറുസലേമിലെ സഹോദരിമാരെ, എന്നെ ഓർത്ത് കരയേണ്ട എന്ന യേശുക്രിസ്തുവിന്റെ വാചകങ്ങൾ ഉദ്ധരിച്ചു തുടങ്ങിയ ജോസ് കെ മാണി പിന്നെ ഒരു സോപ്പിന്റെ പരസ്യവാചകത്തെ ഓർമ്മിപ്പിക്കുന്ന വാക്കുകളിലേക്ക് എത്തി. കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ഭരണം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഉള്ളയിടത്തുള്ള തദ്ദേശത്തിലെ ഇടിച്ചിലിൽ ജോസ് കെ മാണിയുടെ മനസ്സിലും ഇടിച്ചിലുണ്ടായി എന്നാണ് കേൾക്കുന്നത്. മുന്നണിയിൽ ഒരു പരാതിയും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴും തദ്ദേശത്തിൽ പാലായിലടക്കമുണ്ടായ വീഴ്ച ജോസിനെ ഉലച്ചിട്ടുണ്ട്. 12-ലധികം സീറ്റ് കിട്ടിയാലും LDFിൽ ജോസ് കെ മാണി എവിടെ നിന്ന് ജയിക്കും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടിടത്തുനിന്നും വന്ന വിളികൾ ജോസ് കെ മാണി നിഷേധിക്കുന്നില്ല. ഇരിക്കുന്നിടം വിടാതിരിക്കാൻ മന്ത്രി P രാജീവ് വിളിച്ച് ഇന്നലെ നൽകിയ ഉറപ്പുകളും ജോസ് കെ മാണി തുറന്നു പറഞ്ഞു. വൈകിട്ടായപ്പോഴേക്കും നാളിതുവരെ പരിഗണിക്കാത്ത KM മാണി സ്മാരകത്തിന് കവടിയാറിൽ 25 സെന്റ് എന്ന പ്രഖ്യാപനവും മന്ത്രിസഭായോഗത്തിൽ നിന്ന് വന്നിരിക്കുന്നു. ഒരിടത്ത് കരുതൽ, അപ്പുറത്ത് അസ്തിത്വ പ്രശ്നവും സഭാസമ്മർദ്ദവും. ആരെയും നിർബന്ധിക്കില്ല, വാതിലുകൾ തുറന്നിടുമെന്ന കോൺഗ്രസ് പ്രതികരണം കൂടിയാകുമ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ തീരുമാനം എന്താകും? ഇല പിടിച്ചാണോ ഭരണം എന്നതാണ് ചോദ്യം. കോൺഗ്രസിൽ നിന്നും രാജു P നായർ, മുസ്ലിം ലീഗിൽ നിന്നും അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇടതു നിരീക്ഷകൻ M ജയചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകരായി ജോർജ് പൊടിപാറ, മോഹൻ വർഗീസ് എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ രാജു P നായരിലേക്കാണ്. ശ്രീ രാജു P നായർ, ഇന്നിപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം ചെയർമാൻ ജോസ് കെ മാണിയുടെ പ്രതികരണം കോൺഗ്രസും കേട്ടതാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും കോൺഗ്രസ് മനസ്സിലാക്കുന്നത് എന്താണ്? അല്ല, കോൺഗ്രസ് പ്രത്യേകമായിട്ടൊന്നും അതിനകത്ത് മനസ്സിലാക്കുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചോളം വളരെ വ്യക്തമായിട്ട് പ്രതിപക്ഷ നേതാവും ഇപ്പോൾ നിങ്ങൾ തന്നെ കാണിച്ച ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തലയുടെയൊക്കെ ബൈറ്റ് നിങ്ങൾ കാണിച്ചു. കേരള കോൺഗ്രസ് എം CPM ഇടതുപക്ഷത്തിൽ അല്ലെങ്കിൽ LDFിൽ, ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇപ്പൊ ശരിയാണെന്ന് തോന്നുന്നില്ല, LDFിൽ നിൽക്കുന്ന ഒരു ഘടകകക്ഷിയാണ്. ആ ഘടകകക്ഷിയെ സംബന്ധിച്ചോളം അവിടെ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിലും അവർ പറയട്ടെ. അവരതിനുശേഷം അവര് ആ മുന്നണി വിടുന്നതിനൊരു തീരുമാനം എടുത്താൽ മാത്രമേ മറ്റെന്തെങ്കിലും ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. പക്ഷെ ഇന്ന് ആ LDFിനകത്ത് എല്ലാവരും അസ്വസ്ഥരാണെന്നുള്ളതും അവർക്ക് ആശയപരമായും അതല്ലാതെയും പ്രാതിനിധ്യ സ്വഭാവം വെച്ചുകൊണ്ടും ആ മുന്നണിയിൽ തുടരാൻ കഴിയാത്തൊരു സാഹചര്യം ഇന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. നമുക്ക് തന്നെ ഓർമ്മയുണ്ട്, കഴിഞ്ഞ ദിവസം നമ്മളുടെ ചർച്ചയിൽ വെച്ചിട്ടാണെന്നാണ് എന്റെ ഓർമ്മ, ശ്രീ വർഗീസ് ജോർജ് അത് സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. വർഗീസ് ജോർജ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ചെറു പാർട്ടികൾക്ക് പ്രാതിനിധ്യമില്ലായ്മ മാത്രമല്ല, ഡിസിഷൻ മേക്കിങ്ങിൽ ഞങ്ങൾക്ക് ഒരു റോളുമില്ല എന്നുള്ളതും അവരേറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പോലും അവിടെ കമ്മിറ്റി കൂടുമ്പോൾ ഞങ്ങൾ ഇരുന്ന് പറയുന്നു എന്നുള്ളത് മാത്രമാണ് എന്നുള്ളത് സൂചിപ്പിക്കേണ്ടത്. അപ്പോൾ ഒരു CPMന്റെ അപ്രമാദിത്വം അല്ലെങ്കിൽ CPMന്റെ എല്ലാ മുന്നണി മര്യാദകളെയും ലംഘിച്ചുകൊണ്ട് അവരുടെ തീരുമാനം അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയിൽ എല്ലാവരും അസ്വസ്ഥരാണ്. ഇപ്പോൾ PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ചും ലേബർ കോഡ് സംബന്ധിച്ചും എല്ലാം നടന്ന കാര്യങ്ങൾ നമുക്കറിയാം. എല്ലാ മുന്നണികൾ, എല്ലാ കക്ഷികൾക്കും ഒരു സീറ്റില്ലെങ്കിൽ പോലും ഒരു പാർട്ടിയാണെങ്കിൽ അവർക്കൊരു അസ്തിത്വവും അവർക്കൊരു ആത്മാഭിമാനവും ഉണ്ടാവുമല്ലോ. വിഷയങ്ങളിലൊന്നും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് എതിർപ്പില്ല. ശ്രീ രാജു P നായർ, ഈ മുന്നണിക്കകത്ത് ഞങ്ങൾ അധികം അപശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ മുന്നണിക്കകത്ത് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്നൊരു വാചകം കൂടി ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ ജോസ് കെ മാണി പറയുന്നുണ്ട്. അപ്പോൾ വലിയ നിരാശപ്പെടാനുള്ള അല്ലെങ്കിൽ പരാതിപ്പെടാനുള്ള, പാർട്ടിയെ സംബന്ധിച്ച് പരാതിപ്പെടാനുള്ള കാര്യങ്ങൾ LDFിൽ അവരെ സംബന്ധിച്ചില്ല. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലമാണ് അവരെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ എത്ര സീറ്റ്? അവിടെ ഇപ്പോൾ 12ആണ്, 13 ചോദിച്ചാൽ 13 കിട്ടും എന്നുള്ളതാണ് LDFിലെ ഒരു സാഹചര്യം. പക്ഷേ 13 കിട്ടിയാലും എവിടെയാണ് ജോസ് കെ മാണി മത്സരിച്ച് ജയിക്കുക എന്നൊരു ചോദ്യം അദ്ദേഹത്തിന് നേർക്ക് അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് വരുന്നവരെ പരിഗണിക്കുക എന്നൊരു ചോദ്യമുണ്ടല്ലോ. എന്തെങ്കിലും ഒരു സൂചനകൾ കോൺഗ്രസ് പുറത്തേക്ക് തരുന്നുണ്ടോ? അല്ല, ഞാൻ സംസാരിച്ചത് കേരള കോൺഗ്രസ് മാണിയെ സ്പെസിഫിക് ആയിട്ടല്ല, മറിച്ച് ഇന്ന് സോഷ്യലിസ്റ്റ് ഇടതു മൂല്യമുള്ള പാർട്ടികൾക്ക് ആ LDF എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ഫോർമേഷനകത്ത് ലഭിക്കുന്ന അംഗീകാരവും അവരെ സംബന്ധിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾക്ക് എത്രമാത്രം വിലയുണ്ടെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഞാൻ കേരള കോൺഗ്രസ് മാണിയെ സംബന്ധിച്ച് എന്തെങ്കിലും സീറ്റുകളെ സംബന്ധിച്ചോ മറ്റാരുടെയെങ്കിലും സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചൊന്നും ഞാൻ ഈ ചർച്ചയിൽ വന്നിരുന്നത് പറയാൻ അശക്തനാണെന്നുള്ളത് സ്മൃതിക്ക് അറിയാലോ. എന്തെങ്കിലും ചർച്ച നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പാർട്ടിയെ സംബന്ധിച്ചോളം പാർട്ടിയുടെ KPCC പ്രസിഡന്റും ഉൾപ്പെടെയുള്ള എല്ലാവരും പ്രതിപക്ഷ നേതാവും എല്ലാം പറഞ്ഞത് യാതൊരു ചർച്ചയും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ശ്രീ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ലഭിച്ച തിരിച്ചടി, ആ തിരിച്ചടി കേരള കോൺഗ്രസ് എമ്മിന്റെ മാത്രമായിട്ടുള്ളൊരു തിരിച്ചടിയല്ല, അവർക്ക് ലഭിച്ച ഒരു രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടിയല്ല. മറിച്ച് ഇന്ന് പിണറായി വിജയൻ നേതൃത്വത്തിനെതിരെ, ഭരണത്തിനെതിരെ, LDFനെതിരെ നിലനിൽക്കുന്ന ജനവികാരത്തിന്റെ ഇരയാണ് കേരള കോൺഗ്രസ് മാണി എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. അതല്ലാതെ ഇപ്പൊ കേരളത്തിൽ മുഴുവൻ 530ഓളം ഗ്രാമപഞ്ചായത്തുകൾ ഭരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രമായിട്ടുള്ള കുറ്റമായിട്ട് അവർക്ക് വിലയിരുത്തേണ്ട കാര്യമില്ല. ഞങ്ങളും വിലയിരുത്തുന്നില്ല. മറിച്ച് കേരളത്തിൽ മുഴുവൻ ഇന്ന് ഒരു 3 ശക്തികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പോലും ഇത്രമാത്രം വലിയൊരു പരാജയം നേരിടുന്ന ഒരു സാഹചര്യം അവർക്കുണ്ടായി എന്നുള്ളത് ഇന്നത്തെ ഭരണത്തിനെതിരായിട്ടുള്ള വികാരം ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. ആ ഭരണവിരുദ്ധ വികാരത്തിൽ തങ്ങൾ കൂടി ഒരു ഒലിച്ചു പോകുമോ എന്നുള്ള ഭയം അവർക്കുണ്ടെങ്കിൽ, എനിക്കറിയില്ല, അവർക്കുണ്ടെങ്കിൽ അത് സ്വയം അത് ന്യായമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സർവൈവൽ ക്രൈസിസ് ആയിരിക്കാം. ആ സർവൈവൽ ക്രൈസിസ് എങ്ങനെ മറികടക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് അവർ ചിന്തിക്കട്ടെ. അവർ ചിന്തിച്ചതിന് ശേഷം നാളെ ഒരു ബെറ്റർ ആത്മാഭിമാനത്തോടു കൂടി, നിങ്ങൾക്കറിയാലോ കേരള കോൺഗ്രസ് മാണി UDFനകത്തുണ്ടായിരുന്നപ്പോൾ അവർക്ക് ലഭിച്ചിരുന്ന അംഗീകാരം എന്താണെന്നറിയാം. സീറ്റ് മാത്രമൊന്നുമല്ല, മറിച്ച് അവരുടെ അഭിപ്രായത്തിന് വിലയുണ്ടായിരുന്നു. ഇപ്പൊ KM മാണിയെ പോലെ ഒരു ടവറിംഗ് പേഴ്സണാലിറ്റി, ടവറിംഗ് ലീഡർ, ടോൾ ലീഡർക്ക് കേരളത്തിലെ ഭരണത്തിനകത്തും അതുപോലെ തന്നെ കേരളത്തിലെ മുന്നണിക്കകത്തും പൊതു രാഷ്ട്രീയത്തിനകത്തും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിപ്പച്ചെറുപ്പമില്ലാതെ ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയെ പോലുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നേതാക്കന്മാർ, ലീഡറെ പോലുള്ള നേതാക്കന്മാർ അംഗീകരിക്കുകയും സംസാരിക്കുകയും സമവായത്തിൽ എത്തുകയും ചെയ്തൊരു പ്രക്രിയ അവർക്ക് UDFനകത്തുണ്ടായിരുന്നു. നമുക്ക് സ്മൃതി എന്തൊക്കെ വന്നാലും നമ്മൾക്ക് ലഭിക്കുന്നതല്ലല്ലോ, അതിനു പകരം നമ്മൾ എങ്ങനെ പരിഗണിക്കപ്പെടുന്നു, നമ്മളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് കൂടിയുണ്ടല്ലോ. അപ്പം അതിനു പകരം എന്തെങ്കിലും ഒരു അധികാരത്തിന്റെ മാത്രം പിന്തുണയിൽ അല്ലെങ്കിൽ ശീതളച്ചായയിൽ നിൽക്കാൻ കഴിയുന്നവരാണ് അവരെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. അപ്പൊ അവരെ സംബന്ധിച്ചോളം ഇരുന്ന് ചിന്തിക്കേണ്ട സാഹചര്യം രാഷ്ട്രീയമാർക്ക് അവർക്കുണ്ടായിട്ടുണ്ട്. ശ്രീ രാജു പി നായർ, അതായത് കേരള കോൺഗ്രസ് മാണി വിഭാഗം എവിടെയുണ്ടോ അവരാണ് ഭരിക്കുക എന്നുള്ള ഒരു വാചകം പറഞ്ഞല്ലോ. അതിനെ കോൺഗ്രസ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതിപ്പോ നമ്മളിപ്പോ എല്ലാവരും നമ്മൾ ചർച്ചകളിലാണെങ്കിൽ പോലും നമ്മൾ ഇത്തരത്തിൽ സിനിമയിലെ ഡയലോഗും അല്ലെങ്കിൽ പരസ്യത്തിലെ ഡയലോഗും ടാഗ് ലൈൻസും പഞ്ച് ലൈൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസ് മാണിയുടെ ശക്തിയെയും അവരുടെ അസ്തിത്വത്തെയും 3 തവണ പറഞ്ഞു. അല്ല, അതാ പറഞ്ഞത്. അപ്പൊ അവരുടെ അസ്തിത്വത്തെയും അതെല്ലാം ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറെ കൂടി ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്ന ടാഗ് ലൈനോ അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന പഞ്ച് ഡയലോഗോ ഒക്കെ മാത്രമല്ലല്ലോ രാഷ്ട്രീയം സ്വാഭാവികമായിട്ട് കേരള കോൺഗ്രസ് മാണി ഇടതുപക്ഷത്തെ വിടാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുശേഷം UDFന്റെ നേതൃത്വവുമായിട്ട് സംസാരിച്ചാൽ അവർ പരസ്പര ധാരണയിൽ എത്തുന്നതാണ്. ആ പരസ്പര ധാരണയിൽ എത്തുന്ന സമവായങ്ങൾ എന്തൊക്കെയാണോ, സമവാക്യങ്ങൾ എന്തൊക്കെയാണോ അതിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇപ്പോ ഞങ്ങൾക്ക് അത് ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല. ഞങ്ങൾക്ക് പൊതുവെ പറയാൻ കഴിയുന്നത് ഇന്നത്തെ CPMന്റെ നേതൃത്വത്തിൽ ഒരു LDFനകത്ത് ജനാധിപത്യ മര്യാദകൾ ചവിട്ടിയൊരുക്കപ്പെടുകയും അതുപോലെ തന്നെ ഒരു മുന്നണി മര്യാദകളെയൊന്നും ഒരു തുണ്ട് കടലാസ് ഒരു വാക്കിന് പോലും വിലയില്ലാതെ അപമാനിക്കുന്ന പിണറായി വിജയന്റെയും CPMന്റെയും രാഷ്ട്രീയ ശൈലി തന്നെയാണ് ചെയ്യേണ്ടത്. അതിൽ മനം നൊന്ന് അല്ലെങ്കിൽ അതിൽ ആത്മാഭിമാനത്തിന് മുറിവേറ്റ ഒട്ടേറെ പാർട്ടികളുണ്ട്. ആ പാർട്ടികൾ അവരുടെ തീരുമാനമെടുക്കും, അവരതിനനുസരിച്ച് പുറത്തേക്ക് വരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശരി, ശ്രീ M ജയചന്ദ്രൻ, അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? LDFിൽ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഉറച്ചു നിൽക്കാനാണോ സാധ്യത? ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം, ആ പ്രതികരണത്തിൽ പറഞ്ഞ ഒരു കാര്യം, ഇന്നലെ കൂടി മന്ത്രി P രാജീവ് വിളിച്ചു ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട്, അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്താൻ മന്ത്രി ഇന്നലെ വിളിച്ചു എന്ന് പറയുമ്പോൾ ഇന്നലെയുള്ള വിളി എന്ന് പറയുന്നത് പോകാതിരിക്കാനുള്ള ഒരു ഉറപ്പ് കൊടുക്കൽ കൂടിയാകുമല്ലോ. മാത്രമല്ല, ഇന്നത്തെ മന്ത്രിസഭായോഗത്തിലെ തീരുമാനം മാണിയുടെ സ്മാരകത്തിനുള്ള 25 സെന്റ് കവടിയാറിലാണ് കൊടുത്തിരിക്കുന്നത്, കണ്ണായ സ്ഥലത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള വാഗ്ദാനങ്ങളും ഉറപ്പുകളും ഈ ഘട്ടത്തിൽ വരുമ്പോൾ ഒരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അത് ഇപ്പോൾ പ്രിയപ്പെട്ട രാജു പി നായർ പറഞ്ഞത് നമ്മളെല്ലാം കേട്ടല്ലോ. സ്മൃതിയുടെ ചോദ്യം മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചാണ്, കേരള കോൺഗ്രസ് മാണിയെ സംബന്ധിച്ചാണ്. അദ്ദേഹം മറുപടി പറയുന്നത് RJDയുടെ ഡോക്ടർ വർഗീസ് ജോർജ് നടത്തിയ പ്രതികരണത്തെ പറ്റി. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നു, LDFിൽ അസംതൃപ്തരായ ഘടകകക്ഷികൾ ഒട്ടേറെ ഉണ്ട്, അവർ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ച് പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ഇന്നലെ
കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ മന്ത്രി റോഷി അഗസ്റ്റിനാണ്. ഇന്നലെ റോഷിയും പറഞ്ഞു, ഇന്ന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയും പറഞ്ഞു LDF ഞങ്ങൾ ഉറച്ചു നിൽക്കും, അതിനകത്ത് ഈ LDF വിട്ടുപോകണം എന്നൊരു അഭിപ്രായമൊന്നുമില്ല. അപ്പൊ വീണ്ടും ആവർത്തിച്ച് ചോദ്യങ്ങൾ വന്നപ്പോൾ ഒരു പാർട്ടിയാകുമ്പോൾ വ്യത്യസ്ത വീക്ഷണങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടാവുമല്ലോ, തീരുമാനം എടുക്കുന്ന കൂട്ടായിട്ടാണല്ലോ എന്നും പറഞ്ഞു. അതിനുശേഷമാണ് താങ്കൾ സൂചിപ്പിച്ച വാക്ക് പറഞ്ഞത്. ഇത് മാണി ഗ്രൂപ്പ്, കേരള കോൺഗ്രസ് മാണി വിഭാഗം എവിടെയുണ്ടോ അവിടെ വിജയിക്കും എന്ന് ആവർത്തിച്ച് പറഞ്ഞത്. ഇപ്പോ താങ്കളോട് ചോദ്യത്തിന് മറുപടി പറയുകയാണെങ്കിൽ, നിലവിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ട് മാധ്യമങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അത് ആ ചർച്ച കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇപ്പോ കോൺഗ്രസിന്റെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള സുനിൽ കനഗോലു ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഒരു ബോസ് ഉണ്ട്, ആചാര്യൻ PK എന്ന് വിളിക്കുന്ന പ്രശാന്ത് കിഷോർ. പ്രശാന്ത് കിഷോറിന്റെ ഒരു പുസ്തകം പ്രസിദ്ധീകൃതമായിട്ടുണ്ട് 2019-2018. അതിന്റെ പേര് ഹൗ ടു വിൻ ആൻ ഇന്ത്യൻ എലക്ഷൻ എന്നാണ്. അപ്പോൾ 2014 നരേന്ദ്രമോദിയുടെ വിജയത്തെ സംബന്ധിച്ചും തുടർന്നുള്ള ബീഹാർ അടക്കമുള്ള ചില അസംബ്ലി സീറ്റുകളിൽ സ്ട്രാറ്റജിസ്റ്റായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചതിന്റെയും ചില പരിപാടികളും അതിന്റെ ചില കുടില നീക്കങ്ങളും കൗടില്യങ്ങളും ഒക്കെ അദ്ദേഹം വിശദമായി പ്രതിപാദിക്കുന്നുമുണ്ട്. അത്തരത്തിലുള്ള ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിനാണ് ഇവിടെ തുടങ്ങി വെച്ചത്. ആ പുസ്തകം വായിച്ചിട്ടുള്ള ആർക്കും അതിവേഗം മനസ്സിലാവുന്ന കാര്യവുമാണ്. അത്തരത്തിൽ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ തുടങ്ങി വെച്ചതിന് ശേഷം അവസാനം അത് ഈ വിസ്മയം ഏതാണ്ട് ഇപ്പോൾ കത്തിത്തീരാറായി, വിസ്മയത്തിന്റെ ആ ഒരു തിരി കത്തിത്തീരാറാവുന്നു. ഇനിയിപ്പോൾ പ്രതീക്ഷിക്കാവുന്നത് 16-ാം തീയതിയിലെ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി വരെയും ഈ വിസ്മയം നിലനിർത്താൻ കഴിയും, അത്രേ ഉള്ളൂ. അപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി കഴിയുന്നതോടുകൂടി അതുവരെ പറയാം അവർ ചാടുമോ ചാടത്തില്ലയോ, എത്ര MLA മാരുണ്ട് ജോസ് കെ മാണിയുടെ കൂടെ, എത്ര MLA മാരുണ്ട് റോഷി അഗസ്റ്റിന്റെ കൂടെ എന്നുള്ള സ്പെക്കുലേഷൻ നിരന്തരം നടത്തിക്കൊണ്ടേയിരിക്കാം, പ്രശ്നമൊന്നുമില്ല. അത് ഈ ചർച്ചയിലും ആകാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതാണല്ലോ അദ്ദേഹം പറഞ്ഞത്, പാർട്ടി ചെയർമാൻ പറഞ്ഞത്, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഞാൻ LDF ഞാൻ ഇവിടെ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് എന്ന് പറയേണ്ട എന്ത് കാര്യമാണുള്ളത്? അങ്ങനെ ഒരു കാര്യമില്ല. പക്ഷേ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ ശ്രീജേന്ദ്രൻ ആദ്യം ഇട്ട പോസ്റ്റ് ഒന്ന് തിരുത്തി ഇടതുമുന്നണിക്കൊപ്പം എന്ന് പിന്നീട് ചേർത്തു. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ ആ ഒരു ഉറപ്പില്ലാതിരുന്നു. പിന്നീട് രണ്ടാമത് തിരുത്തേണ്ടി വന്നു, മാറ്റിയിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇടതിനൊപ്പം എന്ന ഒരു 2 MLA മാർക്ക്, അതിലൊരാൾ മന്ത്രി കൂടിയാണ്, ഞങ്ങൾ ഇടതിനൊപ്പം എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ട സാഹചര്യം എന്താണ്? അല്ല, ഇടതിനൊപ്പം എന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഏത് ഘട്ടത്തിലായിരുന്നു? ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് എഴുന്നേറ്റ് വന്നവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആ പാർട്ടി ആ മുന്നണിയിൽ തന്നെയാണോ, നിങ്ങൾ വിട്ടുപോകുന്നത് കേൾക്കുന്നല്ലോ എന്നുള്ള വാർത്തയാണ് അവരുടെ ചുറ്റുപാടും വന്ന് നിറയുന്നത്. സ്വാഭാവികമായി അവർ പ്രതികരിക്കില്ലേ? അവർക്കങ്ങനെ മാധ്യമങ്ങളെ വിളിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് നിശ്ചയിക്കുകയും സ്വന്തം നിലയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കാൻ തീരുമാനിക്കുകയും അത് ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അവരങ്ങനെയാണ് ചെയ്തത്. അല്ലാതെ അവര് മറ്റേതെങ്കിലും രൂപത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഇതാ കിടക്കുന്നു, ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പിടിച്ചോളൂ. അതെ, റോഷി മന്ത്രി എന്നുള്ള നിലയ്ക്കും പാർലമെന്ററി പാർട്ടി ലീഡർ എന്നുള്ള നിലയ്ക്കും പ്രതികരിക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് റോഷി പ്രതികരിച്ചത്. ആ ബാധ്യതയുണ്ട് അദ്ദേഹത്തിന്. കാര്യം പാർട്ടി ചെയർമാൻ സ്ഥലത്തില്ല, കുടുംബസമേതം അദ്ദേഹം വിദേശത്താണ്. പാർലമെന്ററി പാർട്ടി ലീഡർ റോഷി അഗസ്റ്റിനാണ്. അപ്പോൾ എന്തിനായിരിക്കാം ഈ 14-ാം മണിക്കൂറിലെ മന്ത്രിസഭാ യോഗത്തിൽ KM മാണിക്കൊരു സ്മാരകത്തിനുള്ള സ്ഥലം കൊടുക്കലും ഇന്നലെ മന്ത്രി P രാജീവ് വിളിച്ച് ചില കാര്യങ്ങൾ ഉറപ്പു നൽകലുമൊക്കെ ഈ സമയത്ത് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഇതിലൊന്നും കഥയില്ലെങ്കിൽ ഇപ്പോൾ അത് വിളിച്ചൊന്നും ഒരു ഉറപ്പ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം ഇവിടെ ഉറച്ചു നിൽക്കുകയല്ലേ. അല്ല, മന്ത്രി രാജീവ് എന്നുള്ളതല്ല, ഏത് മന്ത്രിയും ചില ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രി വരെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി മുഖ്യമന്ത്രിയും മന്ത്രിമാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, പാർട്ടി ലീഡേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അത് ഭരണപരമായ ആ ഗവേണൻസിന്റെ ഭാഗമായിട്ട് ചെയ്തു പോരുന്നതല്ലേ. പിന്നെ താങ്കൾ പറഞ്ഞ മാണിക്ക് കൊടുത്ത സ്ഥലം, അതുമാത്രമല്ലല്ലോ എന്താ ക്യാബിനറ്റ് മീറ്റിംഗ് തീരുമാനിച്ചത്. തലശ്ശേരിയിൽ കോടിയേരിക്ക് സ്മാരകം നിർമ്മിക്കാനായിട്ട് 1.5 ഏക്കറോളം കൊടുക്കാൻ തീരുമാനിച്ചില്ലേ? നമ്മുടെ വിഷയവുമായി ചേർന്ന് നിൽക്കുന്ന കാര്യമാണല്ലോ പറയുക. നമ്മുടെ വിഷയവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം, ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ അതാണല്ലോ. ഞാൻ 2 കാര്യങ്ങളിലാണ് ഞാൻ ചേർത്ത് പറഞ്ഞത്. ഓക്കെ, അല്ല, ഞാൻ അത് മാത്രമല്ല ഇതും കൂടെ ഉണ്ടായി എനിക്ക് പറയാമല്ലോ. കാര്യം ക്യാബിനറ്റ് മീറ്റിംഗ് ആണല്ലോ തീരുമാനിച്ചത്. 2 നേതാക്കളുടെ പേരിലുള്ള 2 സ്ഥലം, 2 വ്യത്യസ്ത സ്ഥലങ്ങൾ, ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് തലശ്ശേരിയിലും. കോടിയേരിക്ക് തലശ്ശേരിയും KM മാണിക്ക് തിരുവനന്തപുരത്തും ആണ് ആ സ്ഥലം അനുവദിക്കാൻ തീരുമാനിച്ചത്. നിസ്സാര തുക പാട്ടമായിട്ട് ഈടാക്കിക്കൊണ്ട് 30 വർഷത്തേക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചത്. അദ്ദേഹത്തിന് മണിസാറിനുള്ള 5 കോടി രൂപയുടെ പ്രഖ്യാപനം മുൻ ധനമന്ത്രി തന്നെയാണല്ലോ നടത്തിയത് കഴിഞ്ഞ മന്ത്രിസഭയുടെ അവസാന ബജറ്റിൽ. അത് നമുക്കൊക്കെ അറിയുന്നതുമാണ്.
പിന്നീട് അതിന്റെ മുമ്പോട്ട് പോകാതിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. സ്ഥല ലഭ്യതയുമായി ബന്ധപ്പെട്ട നൂലാമാലകൾ ഉണ്ടായിരുന്നിരിക്കാം, ഫയൽ പ്രൊസീഡിങ്സ് ഉണ്ടായിരിക്കാം. അതെന്താണെന്നുള്ളത് ഞാൻ വ്യക്തമായി അന്വേഷിച്ചിട്ടില്ല സ്മൃതി. എന്തുകൊണ്ടാണ് ഇത്രയും നാൾ കൊടുക്കാതിരുന്ന ഇന്ന് ക്യാബിനറ്റിൽ ഈ പ്രശ്നം വന്നതിന് ശേഷമാണല്ലോ നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചത് എന്ന് ഞാൻ ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചോദിച്ചിട്ടില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്, ആ മന്ത്രിസഭാ തീരുമാനത്തിന്റെ ആ തീരുമാനങ്ങൾ വായിച്ചപ്പോൾ തലശ്ശേരിയിലുമുണ്ട്, തിരുവനന്തപുരത്തുമുണ്ട് 2 നേതാക്കളുടെ പേരിലുള്ളത്. അതാണ് കണ്ടത്. പിന്നെ ഇതിന്റെ പുറകിൽ UDF-ലേക്ക് ഇവരെ പോകാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ സഭാ നേതൃത്വമായിരുന്നു എന്നായിരുന്നു മാധ്യമങ്ങളുടെ വ്യാഖ്യാനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഏത് ക്രൈസ്തവ സഭാ നേതൃത്വമാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വം സ്വന്തം അഭിപ്രായങ്ങൾ പുറത്തു പറയുന്നതിൽ ഒരു മടിയും കാണിക്കാത്തവരാണല്ലോ കാലാകാലങ്ങളെ, കഴിഞ്ഞ ആഴ്ച വരെയും. എന്നിട്ട് ഇതുവരെയും മാണി ഗ്രൂപ്പ് അങ്ങനെ മാറണം എന്ന് ഞങ്ങളുടെ ആവശ്യം വെച്ചിട്ടുണ്ട് എന്ന് സഭാ നേതൃത്വത്തിൽ ആരെങ്കിലും പറഞ്ഞോ? പക്ഷെ എല്ലാവരും ആരോപിക്കുന്നത് മുഴുവനും സഭാ നേതൃത്വം പറഞ്ഞു എന്ന് പറഞ്ഞാണ്. എന്തിനാണ് രാഷ്ട്രീയമായി സഭ ഇടപെടാറില്ല എങ്കിലും സാമൂഹ്യ വിഷയങ്ങളിൽ സഭ നിലപാടെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ ആ വിഷയങ്ങൾ ഏതാണ് എന്നും ആ വിഷയങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ ആർക്കൊപ്പം പോകണമെന്നും ഉറപ്പായിട്ടും സഭ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന അറിവ്. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാൻ മടിക്കാത്തവരാണ് രൂപതാധ്യക്ഷന്മാർ, സഭാ നേതൃത്വം. എല്ലാ സമയത്തും അങ്ങനെ ആവണമെന്നില്ലല്ലോ സ്മൃതി. അതാണ് ഞാൻ ചോദിച്ചത്. എല്ലാ സമയത്തും അങ്ങനെ ആവണമെന്നില്ലല്ലോ ശ്രീ ജയന്ത്. അതെന്താ എന്നിട്ട് അല്ല താങ്കൾ പറയുന്നത് ഞാൻ മുഖവിലയ്ക്ക് തന്നെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. താങ്കൾ പറയുന്ന മുഖവിലയ്ക്ക് തന്നെ അംഗീകരിക്കുന്നു. എല്ലാ സമയത്തും അങ്ങനെ ആവണമെന്നില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഈ സഭാ നേതൃത്വത്തിന്റെ പ്രഷർ കൊണ്ടാണ് ജോസ് കെ മാണി ഇവിടുന്ന് വിട്ടുപോരാൻ പരിശ്രമിക്കുന്നത് എന്നുള്ള വ്യാഖ്യാനം എന്തുകൊണ്ടാണ്? അതാണ് ഞാൻ പറഞ്ഞത്. മറ്റേ സഭയുടെ താല്പര്യം എന്ത് എന്നതിന്റെ സൂചനകളുണ്ട്. ആർക്കുണ്ടെന്ന്? മാധ്യമങ്ങൾക്കുണ്ട്. അല്ല, എനിക്കും മറിച്ച സൂചനകൾ എനിക്കുമുണ്ട്. എനിക്കും മറിച്ച് കൃത്യമായ സൂചനകളുണ്ട്. ഒരു മാണി ഗ്രൂപ്പ് അവിടുന്ന് പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന സഭാ നേതൃത്വത്തിന്റെ താങ്കൾ പറയൂ, താങ്കളുടെ സൂചനകൾ പറയാൻ ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു. അല്ല, എന്ത് പറഞ്ഞവര് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സമ്മർദ്ദമുണ്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ സൂചന. ഇനി അങ്ങേക്ക് കിട്ടിയ സൂചന അങ്ങ് പറയൂ. ഏത് സഭ പോകരുത് എന്ന് പറയും? അല്ല, അങ്ങനെ ജനറലൈസ് ചെയ്യരുത്. സ്പെസിഫിക് ആയിട്ടാണ് പറഞ്ഞത്. ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ടാണ് പറഞ്ഞത്. വിജയേന്ദ്രൻ, ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ നോക്കൂ, ഞാൻ പറയുന്നു ചങ്ങനാശ്ശേരി, ഞാൻ സൂചനയെ പറയുന്നുള്ളൂ, അങ്ങ് സൂചന തന്നെ പറഞ്ഞാൽ മതി. ഞാൻ വായിച്ചിട്ടില്ല സ്മൃതി ഇതുവരെ. അല്ല, ഞാൻ വായിച്ചിട്ടില്ല. തറയിൽ പിതാവിന്റെ സൂചനകൾ ഞാൻ ഇതുവരെ വായിച്ചില്ല. ഞാൻ അവരുടെയൊക്കെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അങ്ങേക്ക് കിട്ടിയ സൂചന മറ്റൊന്നാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അങ്ങേക്ക് കിട്ടിയ സൂചന മറ്റൊന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങയുടെ സൂചന എന്താണെന്ന് ചോദിച്ചത്. എനിക്ക് കിട്ടിയ സൂചന ഞാൻ അങ്ങോട്ട് പങ്കുവച്ചു. മറ്റ് സഭാ നേതൃത്വങ്ങൾ ചില സഭാ നേതൃത്വങ്ങൾ അങ്ങനെ പോകേണ്ടതില്ല. പ്രത്യേകിച്ചും ഇടുക്കി മേഖലയിലെ കാർഷിക പ്രശ്നം വലിയൊരളവ് വരെ പരിഹരിക്കുന്നതിൽ LDF മന്ത്രിസഭയ്ക്കും പ്രത്യേകിച്ച് റോഷി അഗസ്റ്റിനും കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നവരുണ്ട് സഭാ നേതൃത്വത്തിൽ. അപ്പൊ അവർക്ക് അത്ര ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു, കുറെ കാലമായി നിലനിന്നിരുന്ന പ്രശ്നമായിരുന്നു ഈ ഇടുക്കിയിലെ ഭൂപ്രശ്നം, പട്ടയ പ്രശ്നം. അത് വലിയൊരളവ് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് സഭാ നേതൃത്വം കാണുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ വ്യക്തമായൊരു കാരണമില്ലാതെ മുന്നണി വിട്ടിറങ്ങി പോരേണ്ട സാഹചര്യം നിലവിലില്ല എന്നാണ് ഇടുക്കി പോലുള്ള സഭകൾ കാണുന്നത് എന്നാണ് എനിക്ക് കിട്ടിയ സൂചനകൾ. പക്ഷേ ഇടുക്കിയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമടക്കം വലിയ രീതിയിൽ ഒരു വെല്ലുവിളിയാകുന്നുണ്ട് റോഷിക്ക് എന്നുള്ള വിലയിരുത്തൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനുണ്ട്. 1000 ചില്ലാനും വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് LDF-നുണ്ടായിരുന്നത്. അപ്പോൾ ഇടുക്കിയിൽ റോഷിക്ക് അത്ര എളുപ്പമാകില്ല എന്ന വിലയിരുത്തൽ അങ്ങനെയും കേൾക്കുന്നുണ്ട്. ഞാൻ തിരിച്ചെത്താം. നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഞാൻ കാണുന്ന എൻ്റെ ഒരു അസംഷൻ എന്താണ്, ഐക്യജനാധിപത്യ മുന്നണി നിലവിലെ സാഹചര്യത്തിൽ, നിലവിലെ എക്സിസ്റ്റിംഗ് പൊസിഷനിലുള്ള കോalitionന് ഒരു വലിയ വിജയമാണ് ഇപ്പോൾ 2 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പായാലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പായിട്ടും ഉണ്ടായിരിക്കുന്നത്. ആ വിജയം 2026 ഏപ്രിൽ മാസത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയും മുന്നിലുണ്ട്. ഈ ഒരു സാഹചര്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള കിട്ടുന്ന ചില ഇൻപുട്സാണ് നിങ്ങൾ വാർത്തകളായി നമുക്കിപ്പോൾ ചാനലുകളിലൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ വാർത്തകൾ വന്നപ്പോൾ അദ്ദേഹം ആ വാർത്ത ഇന്നിപ്പോൾ ജോസ് കെ മാണി നിഷേധിച്ചിരിക്കുന്നു.
ഇതെല്ലാം സംഭവിക്കുന്നത് LDFിൽ നിന്നും പുറത്തേക്ക് പോകുന്നു എന്ന വാർത്തകളാണ് വരുന്നത്. നിങ്ങളുടെ എല്ലാ ഇൻപുട്സും തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. പലതും പല സോഴ്സസും നിങ്ങൾക്കുണ്ടാവും, ഇൻഫർമേഷൻസ് ഉണ്ടാകും. ആ ഇൻഫർമേഷൻസിന് പുറത്തൊക്കെ വരുന്ന LDFിൽ നിന്നൊരു ശിഥിലമാകുന്നു എന്ന ഒരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഒറിജിനലി സംഭവിക്കാൻ പോകുന്നത്? ശരിയായ രീതിയിൽ UDFുമായി ഏതെങ്കിലും കക്ഷികൾ, LDFിലുള്ള ഏതെങ്കിലും കക്ഷികൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമായിട്ടില്ല. അങ്ങനെ ഒരു ചർച്ച ചെയ്യപ്പെട്ടാൽ അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നതിന് അവസരമുണ്ട് അവർക്ക് എല്ലാവർക്കും. കാരണം ഞങ്ങൾ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ആ ചർച്ച ഒറിജിനൽ വാർത്തയായിട്ട് പുറത്തു വരത്തുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ആണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇപ്പോൾ വാതിൽ തുറന്നിട്ട് വിളിക്കാൻ പോകാതിരിക്കുന്ന രീതി എങ്ങനെയാണ് മുന്നണി വിപുലീകരിക്കാനാവുക? വെറുതെ വാതിൽ തുറന്നിട്ടൊരു കാര്യമുണ്ടോ? അതായത് ഞങ്ങൾ അങ്ങോട്ട് പോയി ആരെയും വിളിച്ചുകൊണ്ട് വരുന്ന പദ്ധതിയൊന്നും അല്ല ഈ പറഞ്ഞത്. അതായത് ഈ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് പിണറായി വിജയൻ്റെ ഒറ്റയാൾ ഏകാധിപത്യപരമായ ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഘടകകക്ഷി എന്ന് പറഞ്ഞ നിലയ്ക്ക് ഘടകകക്ഷികളായാലും മന്ത്രിമാരായാലും കൂട്ടത്തിലുള്ള MLAമാരായാലും അവർക്കൊക്കെ അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനും, ഇപ്പോൾ കേരള കോൺഗ്രസ് തന്നെ നമുക്ക് എടുക്കാം. കേരള കോൺഗ്രസ് UDFിലുണ്ടായിരുന്നപ്പോൾ അവർ എത്രത്തോളം അവരുടെ അഭിപ്രായങ്ങൾ വിലമതിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കേരള കോൺഗ്രസിനുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന കക്ഷികൾ, ഏത് കക്ഷിയുമാകട്ടെ, UDFിലുണ്ടായിരുന്നപ്പോൾ അവർക്കൊരു സേ ഉണ്ട്. എപ്പോഴും UDFിലെ ഘടകകക്ഷികൾ എപ്പോഴും അന്യോന്യം ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. മറ്റേത് അങ്ങനെയല്ല. തീരുമാനമല്ല ഒരിടത്തു നിന്നാണ്. ആ തീരുമാനം അടിച്ചേൽപ്പിക്കുക, അതിങ്ങനെ സഹിക്കവയ്യാതെ നിൽക്കുന്നൊരു സാഹചര്യമാണ്. ജനങ്ങളും അത് തള്ളി, ജനങ്ങളും അതിനെ റിജക്റ്റ് ചെയ്തു. അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ റിജക്റ്റ് ചെയ്തു. പിന്നെ UDF എന്ന് പറയുന്നത് എല്ലാവരും ചേർന്ന് പോകുന്ന, എല്ലാ വിശ്വാസികളും എല്ലാ രാഷ്ട്രീയധാരകളും നിൽക്കുന്ന ആളുകളും ചേരാവുന്നവരെല്ലാം ഒന്നിച്ചു പോകുന്ന, സ്പർദ്ധകളില്ലാതെ പോകാവുന്ന, ഞാൻ പറഞ്ഞത് മതപരമായ ജാതിപരമായ സ്പർദ്ധകളില്ലാതെ മുന്നോട്ട് പോകുന്ന കാലത്തിൽ UDFിന് വിജയമുണ്ടാകും. അങ്ങനെ ഒരു കാലമാണ് നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നത് വേണം നമ്മൾ പറയാൻ. വല്ലാത്ത വിരുദ്ധമായ അല്ലെങ്കിൽ വൈരാഗ്യം ജനിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു സൈഡിൽ മുഖ്യമന്ത്രി തന്നെ മുന്നിട്ട് വന്ന് നിൽക്കുമ്പോഴും പൊതുസമൂഹം അതെല്ലാം തള്ളിക്കളയുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ അത്തരം ആളുകൾക്ക് നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ, അവരെ സംബന്ധിച്ച് ഈ വിഷയങ്ങളൊന്നും അവരെ ബാധിച്ചതായി അവരുടെ മുൻ പ്രതികരണങ്ങളൊന്നും കണ്ടിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ RJDയുടെ പ്രതികരണം വന്നതുപോലെയൊന്നും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ പ്രതികരണം വന്നിട്ടില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ ചർച്ചകൾ നടത്തുന്ന കോൾസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പ്രതികരണം ഇതിനകം ജോസ് കെ മാണി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ട ഒരു കക്ഷിയാണ് എന്ന രൂപത്തിലാണ് അദ്ദേഹം ഇന്ന് പ്രതികരിക്കുന്നത്. അങ്ങനെ പ്രതികരിക്കുന്നതിനിടയ്ക്കാണ് മാണി സി കാപ്പനും ഈ പാല വിട്ടുകൊടുക്കില്ല എന്ന പ്രതികരണം അദ്ദേഹം കോൺഗ്രസ് നേതാക്കളെയും ചെന്നിത്തലയെയും VD സതീശനും അത് അറിയിച്ചു എന്ന് പറയുന്നു. അതോടൊപ്പം ഇന്നിപ്പോൾ മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയെ കണ്ടിരിക്കുന്നു മാണി സി കാപ്പൻ. അപ്പോൾ തീർത്തു പറഞ്ഞു ഈ തീരുമാനം എന്നുള്ള കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു വിലങ്ങ് തടിയല്ലേ? UDF നേതാക്കൾ ഔദ്യോഗികമായി ഒരു ചർച്ച നടത്തിയാൽ, ഇപ്പം ഞാനിപ്പോൾ ഒരാളോട് ഒരു കാര്യം അഭിപ്രായം ചോദിച്ചു എന്ന് പറഞ്ഞാൽ, എനിക്കും കേരള കോൺഗ്രസിലെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ RJDയിലെ സുഹൃത്തുക്കളുണ്ടാകും, CPIയിലെ സുഹൃത്തുക്കളുണ്ടാകും. ഞങ്ങൾ തമ്മിലൊരു കോൺവെർസേഷൻ നടക്കുന്നു എന്നത് UDFിലേക്ക് എടുത്തു എന്നല്ല അതിനർത്ഥം. അങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അതാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. സപ്പോസ് പക്ഷേ UDFിന് ഔദ്യോഗികതയുണ്ട്. ഔദ്യോഗികമായി ഒരാളോട് ചർച്ച ചെയ്യാനൊരു തീരുമാനം എടുത്താൽ ആ ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ അവർ ഔദ്യോഗികമായി ചർച്ച ചെയ്യും. ചർച്ച ചെയ്തതിന് ശേഷം എടുക്കണോ വേണ്ട, ഇനി എടുക്കാൻ തീരുമാനിച്ചു തന്നെ ഇരിക്കട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പലതരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ പൂർത്തീകരിക്കണ്ടേ, അങ്ങനെ ചർച്ച ചെയ്തു തീരുമാനിക്കണമെങ്കിൽ പോലും അത് UDFിൻ്റെ സ്റ്റേറ്റ് നേതൃത്വത്തിനല്ലേ സാധിക്കുകയുള്ളൂ. അതില്ലാത്തിടത്തോളം കാലം അത് ഓരോ കൂട്ടം ആളുകളുടെ അതിൻ്റെ ഒരു ആഗ്രഹങ്ങളായിട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ആലോചനകളായിട്ടേ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഔദ്യോഗികമായ ഒരു സംഭവം നടന്നിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോയിന്റ് സ്മൃതി മനസ്സിലാക്കണം, ഇത് ഇടതുപക്ഷത്ത് നിന്ന് ഇനി യാതൊരുവിധ നീതിയും ലഭിക്കില്ല എന്ന് തോന്നുന്ന ആളുകൾ വ്യക്തികളായിട്ടുണ്ട്, അതുപോലെ തന്നെ പാർട്ടികളായിട്ടുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യമാണ് നടക്കുക. അതുകൊണ്ടാണ് വലിയ ഓഫറുകളൊക്കെ പെട്ടെന്ന് കൊടുത്ത് എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തേണ്ടി വരികയാണ്. കാരണം ഇത് ഏകാധിപത്യമാണ് അവിടെ നടക്കുന്നത് എന്ന് മാത്രമല്ല, വല്ലാത്ത ഒരു ധ്രുവീകരണ രാഷ്ട്രീയവും പറയുന്ന എല്ലാവരും അത് ടോളറേറ്റ് ചെയ്യുന്നില്ല. പാർട്ടി നേതാക്കളും
പ്രത്യേകിച്ച് പാർട്ടി അണികളും ഒക്കെ അതിനോടൊന്നും താല്പര്യമില്ല. അത് അവർ നേരിട്ട് പ്രകടിപ്പിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടില്ലേ, എറണാകുളം, പിന്നെ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളുടെയൊക്കെ റിസൾട്ട് എന്താ? ഈവൻ കണ്ണൂർ ജില്ലയിൽ പോലും ഞെട്ടിപ്പോകുന്ന റിസൾട്ടുകളാണ് വരുന്നത്. നിങ്ങളൊന്നും അങ്ങനൊന്നും പറഞ്ഞ് പ്രചരിപ്പിച്ചാലൊന്നും ഞങ്ങൾ അതിനോട് നിൽക്കില്ല എന്ന് ജനങ്ങൾ പറയുകയാണ്. ഇപ്പം ജനങ്ങൾ നിൽക്കുന്ന സ്ഥലമുണ്ട്. ആ ജനകീയമായ അവരുടെ ഒരു ഇൻഫർമേഷൻ നേതൃത്വത്തിന് കിട്ടുമ്പോൾ നേതൃത്വം ചിന്തിക്കും, ജനസമൂഹം അതിനൊന്നും കൂട്ടുനിൽക്കില്ല, ഇത്തരം പ്രവർത്തികളോടൊപ്പം നിൽക്കാൻ സാധ്യതയില്ല, ഈ മുന്നണിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ മുന്നണിയിലെ വ്യക്തികളും പാർട്ടികളും ഒക്കെ പലപ്പോഴും റീത്തിക്ക് ചെയ്യാറുണ്ട്. അതാണ് സംഭവിക്കുന്നത്. അതാണ് ഫാക്ട്. ശ്രീ ജോർജ് പൊടിപാറ, ഇന്നത്തെ ജോസ് കെ മാണിയുടെ പ്രതികരണത്തിൽ നിന്നും അങ്ങയുടെ മനസ്സിലാക്കൽ എന്താണ്? ഞങ്ങളുള്ള ഇടത്താണ് ഭരണമുണ്ടാവുക എന്ന് പറയുന്നതിനെ ഭരണം ഉണ്ടാകാനിടയില്ലടത്തേക്ക് പോകും എന്നാണോ വ്യാഖ്യാനിക്കേണ്ടത്? ഞങ്ങളിപ്പോൾ ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്ന് പറയുന്നു. ഇടതുപക്ഷം മൂന്നാമതും ഭരണത്തിൽ വരുമെന്നും ഞങ്ങൾ എല്ലാ കാലത്തും ഇവർക്കൊപ്പമാണ് എന്നുമുള്ള വാചകങ്ങളൊന്നും ആ പ്രതികരണത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും ശരിക്കും ആ കേരള കോൺഗ്രസിൻ്റെ ചരിത്രമൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ അവർ കാലാകാലങ്ങളിൽ എടുക്കുന്ന നിലപാടുകളെ വിശകലനം ചെയ്യുമ്പോൾ ശരിക്കും ഒരു പാഠഭേദമാകാം. സ്മൃതി പറഞ്ഞ പോലെ തന്നെ എവിടെ കേരള കോൺഗ്രസ് എം ഉണ്ടോ അവിടെ ഭരണമുണ്ട് എന്ന് പറയുന്നതിന് പകരം എവിടെ ഭരണമുണ്ടോ അവിടെ കേരള കോൺഗ്രസ് എം ഉണ്ട് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആകത്തുകയിൽ ഇന്ന് ജോസ് കെ മാണി വ്യക്തമാക്കിയത്, ഞങ്ങൾ തൽക്കാലം ഇടതുമുന്നണി വിടുന്ന കാര്യം ചിന്തിച്ചിട്ടില്ല, ഇപ്പോൾ ഇടതുമുന്നണിക്കൊപ്പമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സ്പഷ്ടത വരുത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെയും വ്യാഖ്യാനങ്ങൾക്ക് വക ഉണ്ടാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾക്കുള്ള സ്പേസ് ഇട്ടുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം ഈ പറഞ്ഞ വാചകം പറഞ്ഞു, എവിടെ കേരള കോൺഗ്രസ് എം ഉണ്ടോ അവിടെ അധികാരമുണ്ട് അല്ലെങ്കിൽ ഭരണമുണ്ടെന്ന് പറയുമ്പോൾ കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിലാണ്, അതുകൊണ്ട് ഈ മൂന്നാം ഊഴത്തിലും ഇടതുമുന്നണി അധികാരത്തിൽ വരും എന്ന് അദ്ദേഹം പറയുന്നില്ല. അങ്ങനെ ഇടതുമുന്നണി അധികാരത്തിൽ വരും എന്ന് തറപ്പിച്ച് പറയാൻ, ഖണ്ഡിതമായിട്ട് പറയാനുള്ള ഒരു ഇത് അദ്ദേഹം പറയുന്നില്ല. അപ്പോൾ അത് ഒരു വശത്ത്. സത്യത്തിൽ താങ്കൾ ആദ്യം നിരീക്ഷിച്ചതാണ്, സ്മൃതി പറഞ്ഞ ഒരു പോയിൻ്റാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലവും അതിനുശേഷം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലവും ഇതിനിടയിൽ നടന്ന ഈ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെ ഫലവുമൊക്കെ എപ്പോഴും അധികാരത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഭരണത്തിലെ പ്രാതിനിധ്യത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ആ പാർട്ടിയെയും ആ പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന ജോസ് കെ മാണിയെയും ഈ വിധികൾ, ജനവിധികൾ ഉലച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അപ്പാരൻ്റ്ലി കൃത്യമായൊരു വിശദീകരണം പറയാതെ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാരണം ചൂണ്ടിക്കാണിക്കാതെ എങ്ങനെ ഇടതുമുന്നണിയെ വിട പറയാൻ പറ്റും, എങ്ങനെ ഗുഡ് ബൈ പറയാൻ പറ്റും? അതൊരു വലിയ പ്രശ്നമാണ്. മാത്രമല്ല ഇടതുമുന്നണിയാകട്ടെ അവരെ വേണ്ടതിലധികം പരിലാളിക്കുന്നുമുണ്ട്. ലാളന കൂടിപ്പോകുന്നുണ്ടോ എന്നാണ് എനിക്ക് സംശയം. അവർ ചോദിക്കുന്നിടത്തോളം സീറ്റ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുത്തു. അതിനുശേഷം ഇക്കുറി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും അവരാവശ്യപ്പെട്ടതിലേറെ കൊടുത്തു. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ തയ്യാറാണെന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ സാക്ഷ്യപത്രമാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം. 5 വർഷം മുമ്പ് തോമസ് ഐസക്ക് അവസാനത്തെ ബജറ്റിൽ ഈ പറഞ്ഞ പാലായിൽ 5 കോടി രൂപ കൈമാണി സാറിൻ്റെ സ്മാരകത്തിന് അനുവദിച്ചതായിട്ട് പ്രഖ്യാപിച്ചതാണ്. പക്ഷേ വീണ്ടും ഒരു 5 വർഷം കഴിയുന്നത് വരെ ഒരനക്കമില്ലാതിരുന്ന സംഗതി ഇപ്പോൾ ഈ വിഷയമൊക്കെ ഉരുണ്ടുകൂടിയപ്പോൾ, അതായത് LDFൻ്റെ ആകാശത്തിൽ ഈ പറഞ്ഞ കാർമേഘങ്ങൾ, ജോസ് കെ മാണിയുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ചില കാർമേഘങ്ങളൊക്കെ ഉരുണ്ടുകൂടുന്നു. അത് ഒരുപക്ഷെ അലച്ചു കൊട്ടി പെയ്തേക്കാം എന്നൊരവസ്ഥയിലേക്ക് പോയ ഘട്ടത്തിലാണ് ഒരു പ്രീണനമെന്ന നിലയിൽ, വേണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ബ്രൈബിംഗ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന അവസ്ഥയിലാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. അതായത് തുച്ഛമായ പാട്ടത്തിന് 25 സെൻറ്റ് സ്ഥലം തിരുവനന്തപുരത്തെ കണ്ണായ സ്ഥലത്ത് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കവടയാറിൽ ആണ് കൊടുക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഈ ബോധോദയമൊന്നും ഉണ്ടായിരുന്നില്ലേ? മാണി സാറിന് 5 വർഷം മുമ്പ് കൊടുത്ത വാഗ്ദാനം സ്മാരകത്തിൻ്റെ കാര്യത്തിൽ ഒന്നും നടന്നിട്ടില്ല. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് കഷ്ടിച്ച് 100 ദിവസം മാത്രം ഭരണം അവശേഷിക്കെ ഈ സ്മാരകത്തിനായിട്ട് ഭൂമി പാട്ടത്തിന് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് ഈ ബോധോദയം ഉണ്ടാകുന്നത്? അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ ചില കാരണങ്ങളുണ്ട്. ആരെന്തൊക്കെ പറഞ്ഞാലും മാധ്യമരംഗമായിട്ട് പരിചയമുള്ള എല്ലാവർക്കും അറിയാം, ഒരേ സ്വരത്തിൽ ഏതാണ്ട് ഒരേ രീതിയിൽ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും എല്ലാം ഈ ജോസ് കെ മാണിയുടെ പാർട്ടി UDFിലേക്ക് പോകാനുള്ള ആലോചനകൾ നടക്കുന്നു. പലതലത്തിൽ ചർച്ചകൾ നടക്കുന്നു. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ നടന്നിട്ടുണ്ട്, വിളികൾ നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് സോണിയാഗാന്ധി വിളിച്ചു എന്ന് പറയുന്നു UDFിലെ പല കക്ഷികളും. ഇത് ജോസ് കെ മാണി പറഞ്ഞല്ലോ, എന്നെ എല്ലാവരും വിളിച്ചിട്ടുണ്ട്.
എല്ലാവരും വിളിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ എന്താ പറയുക, എവിടെ ഭരണമുണ്ടോ അവിടെ ഞങ്ങളുള്ളിടത്തേ ഭരണമുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഡിമാൻഡ് കൂടുതലാണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഞങ്ങൾക്ക് അനുകൂലമാണ്. കാരണം ഞങ്ങൾ അത്രമേൽ പ്രാധാന്യമുള്ളൊരു കക്ഷിയാണ്, അത്രമേൽ അനിവാര്യമായ ഒരു കക്ഷിയാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുമ്പോഴും ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ വിളി കേൾക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പരോക്ഷമായി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വിളികൾ അദ്ദേഹം ആസ്വദിക്കുന്നുണ്ട്, വിളികളെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് എന്ന് വരികൾക്കിടയിൽ വേണമെങ്കിൽ വായിച്ചെടുക്കാം. ശരി, തീർച്ചയല്ലേ? അപ്പോൾ ഈ പറയുന്ന നിഷ്കളങ്കതയൊന്നും അല്ല. ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും നമുക്കറിയാം, ഇന്നലെയൊക്കെ മന്ത്രി വി എൻ വാസവനൊക്കെ നടത്തിയ നയതന്ത്രം ഉണ്ടല്ലോ. അദ്ദേഹമാണല്ലോ ഇപ്പോൾ കോട്ടയം മേഖലയിൽ പിണറായി വിജയൻ്റെ കിസിഞ്ചറായിട്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹമൊക്കെ ഇന്നലെ കാര്യമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാജീവ് മിനിസ്റ്റർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പിണറായി മുഖ്യമന്ത്രിയുടെ മനസ്സിലിരിപ്പാണ് അദ്ദേഹത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ജോസ് കെ മാണിക്ക് ഇപ്പോൾ ഒരു വീണ്ടും വിചാരം പെട്ടെന്നുണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡർ റോഷി അഗസ്റ്റിനും അതുപോലെ തന്നെ അതിലൊരു അംഗമായ പ്രമോദ് നാരായണനും ഞങ്ങൾ തുടരും എന്ന് പറഞ്ഞു നടത്തിയ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അല്ലെങ്കിൽ ആ പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ആ നീക്കങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഇടർച്ചയുണ്ടാക്കി. ഒറ്റക്കെട്ടായി അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ഏകപക്ഷീയമായിട്ട് എടുത്താൽ ഒരുപക്ഷെ പാർട്ടി പിളർന്നേക്കും, ഒരിലയായി മാറുമോ അതോ രണ്ടായി മാറുമോ എന്നൊക്കെയുള്ള ആശങ്ക അദ്ദേഹത്തെ വന്നതുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ ആശയക്കുഴപ്പം ഒന്ന് തീർക്കുക. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ 5 MLA-മാരും ഒറ്റക്കെട്ടായിട്ടായിരിക്കും തീരുമാനിക്കുക. ഒറ്റക്കെട്ടായിട്ട് ഇടതുമുന്നണിയിൽ നിൽക്കുമെന്നോ UDF-ൽ നിൽക്കുമെന്നോ തീർത്ത് പറയാതെ അദ്ദേഹം ഒറ്റക്കെട്ടായി ഒരുമിച്ചായിരിക്കും തീരുമാനമെടുക്കുക. സമയമുണ്ടല്ലോ, ഇനിയും ചിത്രം വ്യക്തമാകാൻ ഇനിയും സമയമുണ്ട്. മീനച്ചലാറ്റിൽ കൂടെ കുറെ കൂടി വെള്ളം ഒഴുകി പോകാനും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് വളരെ കൃത്യമാണ്. പാർട്ടിക്കകത്ത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ചർച്ചകളുണ്ടായി, ചർച്ചകളിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ടായി. അത് സ്വാഭാവികമല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഭിന്നാഭിപ്രായത്തിന് മുന്നണി വിടണമെന്ന അഭിപ്രായത്തിലാണോ കൂടുതൽ പേർ ഊന്നിയത്, അതോ മുന്നണിയിൽ തുടരണമെന്ന അഭിപ്രായത്തിലാണോ കൂടുതൽ പേർ ഊന്നിയത് എന്ന കാര്യത്തിൽ നമുക്കിപ്പോഴും വ്യക്തതയില്ല. ജോസ് കെ മാണി വിഭാഗത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോസ് കെ മാണി എവിടെ നിന്നാൽ ജയിക്കും എന്നുള്ളതാണ്. LDF-ൽ നിന്നുകൊണ്ട് എവിടെ നിൽക്കും എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു എന്നുള്ളത്. ആത്യന്തികമായി ജോസ് കെ മാണി എവിടെ നിന്ന് ജയിക്കും, എവിടെ നിന്ന് മത്സരിക്കും എന്നതല്ലേ പ്രധാനമായും ജോസ് കെ മാണിയുടെ മുന്നിലുള്ള ചോദ്യം. ഇപ്പോൾ 12 സീറ്റാണ് കഴിഞ്ഞ തവണ LDF-ൽ കിട്ടിയത്. അതിൽ ജയിച്ചത് 5 ഇടത്ത്. ഇത്തവണ അത് 13 ചോദിക്കുമെന്ന് കേൾക്കുന്നു. 13 15 വേണമെങ്കിൽ ചോദിച്ചാൽ കിട്ടുമെന്നുള്ള സ്ഥിതി LDF-ലകത്തുണ്ട്. പക്ഷേ എവിടെ നിന്ന് ജയിക്കുമെന്ന ചോദ്യമുണ്ടല്ലോ. ഇപ്പോൾ പാലയിലെ സ്ഥിതി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് ലീഡ് 12,465 വോട്ടിൻ്റെതാണ്. 2025 തദ്ദേശത്തിൽ നോക്കുമ്പോൾ LDF ലീഡ് വെറും 1518 പാലയിലെ സ്ഥിതി നമുക്കറിയാമല്ലോ. പാല നഗരസഭയുടെ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമൊക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നു. അപ്പോൾ എവിടെയാണ് നിൽക്കുക LDF-ൽ നിന്നുകൊണ്ട് ജോസ് കെ മാണി? ആ ചോദ്യമല്ലേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കുഴക്കുന്നു? തീർച്ചയായും ആ ചോദ്യം ശ്രീ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. പക്ഷെ നോക്കൂ, ശ്രീ ജോസ് കെ മാണിയെ കുറിച്ച് പറഞ്ഞാൽ അധികാര രാഷ്ട്രീയത്തിന്റെ ഇടനാഴിയിലൂടെ തെന്നി വീഴാതെ നന്നായി സഞ്ചരിക്കാനുള്ള ഒരു മെയ്വഴക്കം അദ്ദേഹം എല്ലാ കാലത്തും കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഭംഗ്യാന്തരേണ പറഞ്ഞു വെച്ചത്, തങ്ങൾ എവിടെയാണോ അവിടെയാണ് ആരോഗ്യം. ലൈഫ് ബോയെ കുറിച്ച് നമ്മൾ പറയുന്ന ഒരു പരസ്യവാചകമല്ലേ, ലൈഫ് ബോയ് എവിടെയാണോ അവിടെയാണ് ആരോഗ്യം. ഈ ലൈഫ് ബോയ് തന്നെയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ ആദ്യ ഉലയുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഒരു തോണി പൊങ്ങിക്കിടക്കുന്ന ഒരു ലൈഫ് ബോയ് തോണി എന്ന നിലയിലാണ് തങ്ങളെ പരിഗണിക്കേണ്ടത്. എത്രത്തോളം അനിവാര്യരാണ് ഇടതുപക്ഷത്തെ തങ്ങൾ എന്ന് ഊന്നിപ്പറയാനായി ഇന്നത്തെ പത്രസമ്മേളനം ശ്രീ ജോസ് കെ മാണി ഉപയോഗിച്ചതായി കാണാം. അതിനെ കൃത്യമായ മേപ്പൊടി ചേർത്തുകൊണ്ട് ബൈബിളിലെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 28-ാം വാക്യമൊക്കെ വളരെ സമൃദ്ധമായി ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടു. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ടതില്ല, നിങ്ങളെയും നിങ്ങളുടെ സന്തതി പരമ്പരകളെയും ഓർത്ത് വേണമെങ്കിൽ വിലപിച്ചുകൊള്ളൂ എന്ന് ക്രിസ്തു പറയുന്ന ആ വാചകം ഉൾപ്പെടെ പറയുകയാണ്. ഇതൊക്കെ ഒരുപാട് അർത്ഥതലങ്ങളുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് LDF-നോടും UDF-നോടും യാതൊരു ഐത്തവും ഉള്ളതായി ഇന്നത്തെ സംസാരത്തിൽ നിന്നും അത് കേട്ടവരാരും അങ്ങനെ പറയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നോക്കൂ, എത്രത്തോളം അനിവാര്യനാണ് ശ്രീ ജോസ് കെ മാണി എന്നതിന്റെ ഏർലി സൂചന വന്നു കഴിഞ്ഞു. മണിക്കൂറുകൾക്കുള്ളിൽ ജോസ് കെ മാണിയുടെ പത്രസമ്മേളനം അവസാനിച്ച മണിക്കൂറുകൾക്കുള്ളിൽ 2-3 മണിക്കൂറുകൾക്കുള്ളിൽ
തലസ്ഥാന നഗരത്തിന്റെ കണ്ണായ സ്ഥലത്ത് കവടിയാർ കൊട്ടാരത്തിന് സമീപം അല്ല എങ്കിൽ രാജ്ഭവന്റെ അല്ലെങ്കിൽ ലോക്ഭവന്റെ സമീപം 25 സെന്റ് 30 വർഷത്തെ ലീസിന് മാണി സ്മാരകത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് ഗവൺമെന്റ് തുച്ഛമായ വിലയ്ക്ക്. ഇതെല്ലാം തന്നെ പ്രീണനമല്ലേ? ഒരു തരത്തിൽ പറഞ്ഞാൽ മാണി ഗ്രൂപ്പിന് അല്ലെങ്കിൽ ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസിന് ഇടതുപക്ഷത്തിൽ നിന്ന് യാതൊരു പരിഭവവും പറയാനുള്ള അർഹതയില്ല. കഴിഞ്ഞ 5 വർഷം അവർ ചോദിച്ച ഏതാണ്ട് എല്ലാം തന്നെ അവർക്ക് കൊടുത്തു. 5 വർഷത്തിന് മുൻപ് മുന്നണി പ്രവേശം UDF നിന്ന് LDF വന്നപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള സമയത്താണ് അവർ ചോദിച്ച സീറ്റുകൾ കൊടുത്തു. സാമാന്യം തരക്കേടില്ലാത്ത സ്ട്രൈക്ക് റേറ്റ് ആയിരുന്നു അന്ന്. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ട്രൈക്ക് റേറ്റിൽ 12 സീറ്റിൽ മത്സരിച്ച് 5 സീറ്റിൽ മാത്രമാണ് CPIക്കോ CPMനോ ഉള്ള വിജയത്തിന്റെ സ്ട്രൈക്ക് റേറ്റിന്റെ സമാനമായ സ്ട്രൈക്ക് റേറ്റ് അവർക്ക് നേടാൻ കഴിഞ്ഞില്ല. അത് മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ട് ആയിരിക്കാം. പക്ഷെ ഇപ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ, വളരെ ഷാർപ്പായ ചില പൊളിറ്റിക്കൽ റിയാലിറ്റീസ് ജോസ് കെ മാണിയെയും കേരള കോൺഗ്രസ് എമ്മിനെയും തുറച്ചു നോക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ആ പ്രസക്തിയാണ്, അസ്തിത്വ വിഷയം തന്നെയാണ്. കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല, ഇടുക്കി ജില്ല, ഈ 3 ജില്ലകളിലാണ് പ്രധാനമായി മാണി ഗ്രൂപ്പിന്റെ എല്ലാ കേരള കോൺഗ്രസുകളുടെയും പ്രഭവം അവിടെയാണ്. ഏറ്റവും പരിശുദ്ധമായ മാണിയെ സംബന്ധിച്ചിടത്തോളം, ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശുദ്ധമായ മണ്ണ് പാലായുടെ രാഷ്ട്രീയ മണ്ണാണ്. അവിടെ ഇപ്പോൾ ഫേംലി എൻട്രൻച്ച്ഡ് ആണ് മാണി സി കാപ്പൻ. അദ്ദേഹം ഏറെക്കാലം ശ്രീ KM മാണിയോട് മത്സരിച്ച് പരാജയപ്പെടുകയും അവസാനം പാലായിലെ ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. അതിനർത്ഥം മാണിയോടൊരു സ്നേഹമുണ്ട്. കുഞ്ഞുമാണിയുടെ കാലം മുതൽ കുഞ്ഞുമാണിയോടൊരു സ്നേഹമുണ്ടായിരുന്നു പാലക്കാർക്ക്. ആ സ്നേഹം പക്ഷേ KM മാണി UDF നിൽക്കുമ്പോഴാണ് ഏറെ അനുഭവിക്കാൻ പറ്റിയത്. ഒരിക്കൽ പോലും LDF നിന്നിട്ടുണ്ട് KM മാണി. ആദ്യം 80കളുടെ ആദ്യം ശ്രീ KM മാണി LDF ഭാഗമായിരുന്നു. അതും മറക്കുന്നില്ല. പക്ഷെ UDF മൈൻഡഡ് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് പാല എന്നത്. പാലായുടെ ഒരു പൊളിറ്റിക്കൽ ഭൂരിപക്ഷം കൂടി പരിശോധിക്കണം കേട്ടോ. 2019 2943 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു മാണി സി കാപ്പൻ. അന്ന് അദ്ദേഹം LDFനൊപ്പമാണ് അല്ലേ? 2021 മാണി സി കാപ്പന്റെ ഭൂരിപക്ഷം 15,378. അതെ, അത് വലിയ ഭൂരിപക്ഷമാണ്. UDFനോടൊപ്പം മാണി സി കാപ്പൻ ചേർന്ന് നിൽക്കുമ്പോൾ ലഭിക്കുന്ന വൻപൻ ഭൂരിപക്ഷം. ഇപ്പോൾ ഇന്ന് ശ്രീ മാണി കാപ്പന്റെ ഒരു പ്രസ്താവന വന്നു, ഒരു കാരണവശാലും താൻ പാല വിട്ട് നൽകാൻ തയ്യാറല്ല. അത് പറയുന്നത് എന്താണ്? കുഞ്ഞാലിക്കുട്ടിയെ സന്ദർശിച്ചതിന് ശേഷം അവിടെ ചെന്ന് മുസ്ലിം ലീഗ് നേതാക്കളുമായി സംസാരിച്ച് തിരിച്ചെത്തി മാണി സി കാപ്പൻ പറയുകയാണ്. പക്ഷേ മാണി സി കാപ്പനെ കൺവിൻസ് ചെയ്യാൻ കഴിയും. UDF സംവിധാനത്തിൽ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒരുപക്ഷെ മുസ്ലിം ലീഗ് ഇടപെട്ടാൽ കഴിയുമായിരിക്കണം. കാരണം സുരക്ഷിതമായി ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് തിരുവമ്പാടി സീറ്റാണ്. കോഴിക്കോട് ജില്ലയിലെ മുസ്ലിം ലീഗിന് കൂടി വലിയ പ്രാധാന്യമുള്ള അവരുടെ സിറ്റിംഗ് സീറ്റായ തിരുവമ്പാടി സീറ്റ് വിട്ട് നൽകാമെന്നാണ് പറയുന്നത്. അവിടെ ജയസാധ്യത മാണി സി കാപ്പനെ പോലെ ഒരാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എത്രത്തോളം ജയസാധ്യത എന്ന് മറ്റൊരു ചോദ്യമാണ്. പക്ഷേ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അതുകൊണ്ട് ഇതുവരെ കേട്ട മുഴുവൻ കാര്യങ്ങളും ഇന്ന് രാവിലെ ജോസ് കെ മാണി വന്ന് പത്രസമ്മേളനം നടത്തി പറയുകയാണ്, ഇതെല്ലാം തന്നെ മാധ്യമ സൃഷ്ടിയാണ്, ഇവിടെ എല്ലാം ഭദ്രം, തങ്ങൾ LDF ഉറച്ചു നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതിനു മുൻപ് നടന്ന ആ ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് ശ്രീ ജോസ് കെ മാണി പറയുന്നതേയില്ല. ഒരു പാർട്ടിയല്ലേ, വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ ശ്രീ ജോസ് കെ മാണി ലോകത്തോടായി, കേരള ജനതയോടായി, കേരളത്തിലെ 2 മുന്നണികളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ഇപ്പോൾ സമയമായിട്ടില്ല. അതായത് ഈ നിമിഷം തന്റെ പാർട്ടിയിലെ 5 MLA-മാരെയും എല്ലാ ജില്ലാ പ്രസിഡന്റുമാരെയും ഒരുമിച്ച് നിർത്തിയതിനു ശേഷമേ തനിക്കൊരു തീരുമാനമെടുക്കാനാവൂ. ആ തീരുമാനമെടുക്കുന്നത് ഒരുപക്ഷെ സ്റ്റിയറിംഗ് കമ്മിറ്റി 16-ാം തീയതി മറ്റന്നാൾ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി കോട്ടയത്ത് വെച്ച് കൂടുന്നു. അന്ന് തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെയും യോഗമുണ്ട് കോട്ടയത്ത് വെച്ച് തന്നെ. അവിടെ ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ പാർട്ടി തീരുമാനിക്കട്ടെ എന്നാണ്. അതുകൊണ്ട് അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിലും നേതാവ് എന്ന നിലയിലും 5 പേരെയും ചേർത്ത് പിടിക്കുന്ന, പ്രത്യേകിച്ച് ശ്രീ റോഷി അഗസ്റ്റിനെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം ഇന്ന് കണ്ടു. റോഷി അഗസ്റ്റിൻ എന്ന മന്ത്രി എന്തെങ്കിലും ഫേസ്ബുക്കിൽ മനസ്സിൽ കാണുന്നത് എന്തായിരിക്കാം ശ്രീ മോഹൻ വർഗീസ്? LDFനൊപ്പം ഉറച്ചു നിൽക്കുമെന്നുള്ള നിലപാട് കൂടുതൽ കടുപ്പിച്ചെടുക്കുന്നത് റോഷി അഗസ്റ്റിനാണ്. റോഷിക്കൊപ്പം പ്രമോദ് നാരായണനുമുണ്ട്. റോഷിയെ സംബന്ധിച്ച് ഇടുക്കി വിജയിക്കാമെന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹം കാണിക്കുന്നു. പക്ഷേ ഇടുക്കിയിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ലീഡ് 15,780 വോട്ടിന്റെ ലീഡാണ് UDFന്. ഇടുക്കിയിൽ ഇനിയിപ്പോൾ അഥവാ റോഷി അഗസ്റ്റിൻ LDFൽ നിൽക്കുകയാണെങ്കിൽ ഇടുക്കി ജോസഫ് വിഭാഗത്തിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കാൻ പോകുന്നു എന്നുള്ള സൂചനകൾ കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ അവിടെ മത്സരം കടുക്കും, റോഷിക്ക് അത്ര എളുപ്പവുമാകില്ല. അപ്പോൾ ഇതൊക്കെ റോഷി അഗസ്റ്റും അറിയുന്നുണ്ടാകുമല്ലോ ശ്രീ മോഹൻ വർഗീസ്?
തീർച്ചയായും ഇടുക്കി നിയമസഭാ മണ്ഡലം ഇന്നത്തെ നിലയിൽ കോൺഗ്രസ് പാർട്ടി, കേരള കോൺഗ്രസ് എന്ന് പറയാനാവില്ല, കോൺഗ്രസ് പാർട്ടിക്ക് നിർണായകമായ സ്വാധീനമുള്ള മലയോര മണ്ഡലം തന്നെയാണ് ഇടുക്കി ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ ഇടുക്കി നിയമസഭാ സെഗ്മെന്റ്. അവിടെ ഈ മന്ത്രിമാർ മത്സരിച്ച മന്ത്രിമാരുടെ മണ്ഡലങ്ങൾ പലതിലും ഒരു 9 മണ്ഡലങ്ങളിൽ UDF-നാണ് മേൽക്കൈ. അതിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം ലഭിച്ചത് UDF ലഭിച്ചത് ഇടുക്കി മണ്ഡലത്തിൽ ലഭിച്ച 15,000-ഓളം വോട്ടിന്റെ മേൽക്കൈയാണ്. തദ്ദേശത്തിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോഴും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോഴും UDF ഇടുക്കിയിൽ ബഹുഘാതം മുന്നിലാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ UDF-ലേക്ക് വന്നാൽ റോഷി അഗസ്റ്റിന് മത്സരിക്കാൻ 6ാം ഊഴത്തിലും ആ സീറ്റ് ലഭിക്കും. റോഷി അഗസ്റ്റിന് UDF-ന്റെ കാൻഡിഡേറ്റായി ജയിച്ചു വരാനാവും എന്ന് കൃത്യമായി അറിയാം. പക്ഷെ ജയിച്ചു വന്നാലും മന്ത്രിസ്ഥാനത്തിന് താനായിരിക്കില്ല. KM മാണിയുടെ വിഭാഗത്തിൽ അല്ലെങ്കിൽ ജോസ് കെ മാണി വിഭാഗത്തിന് ഒരു ബർത്ത് മാത്രമേ മന്ത്രിസഭയിൽ ഉണ്ടാകൂ. PJ ജോസഫിന്റെ വിഭാഗത്തിനും ഒരു ബർത്ത് മാത്രമേ ഉണ്ടാകൂ. അതിൽ കൂടുതൽ സീറ്റുകൾ പരമാവധി ലഭിക്കുന്നത് ഇപ്പോൾ 12 സീറ്റുകളാണ് LDF-ന്റെ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് മാണി വിഭാഗത്തിന് മത്സരിക്കാൻ ലഭിച്ചത്. 13 സീറ്റ് ലഭിച്ചു. അതിൽ ഒരു സീറ്റ് അത് CPM തന്നെ ഏറ്റെടുക്കുന്ന കാഴ്ച കണ്ടു. 12 സീറ്റിൽ മത്സരിച്ചു, 5 ജയിച്ചു. ഇവിടെ UDF-ലേക്ക് വന്നാൽ നോക്കൂ, യാഥാർത്ഥ്യം ഒന്ന് നോക്കൂ. UDF-ലേക്ക് വന്നാൽ 2 പ്രതിസന്ധികൾ ജോസ് കെ മാണിക്ക് അനുഭവിക്കേണ്ടി വരും. അതിൽ ഒരു പ്രതിസന്ധി, അസംതൃപ്തരായ ഒരുപാട് കോൺഗ്രസുകാരുണ്ട്. കോൺഗ്രസുകാര് ഒരുപാട് നോട്ടമിടുന്ന മണ്ഡലങ്ങളുണ്ട്. വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന കോട്ടയം ജില്ലയിലെയും പത്തനംതിട്ട ജില്ലയിലെയും സമുന്നതരായ പല കോൺഗ്രസ് നേതാക്കൾക്കും മത്സരിക്കാൻ ഉചിതമായ സീറ്റുകളില്ല. അവിടെ എല്ലാം തന്നെ ജോസഫ് ഗ്രൂപ്പിന് തന്നെ കൊടുക്കേണ്ടതുണ്ട് 10 സീറ്റ്. ഇപ്പോൾ നിലവിൽ 10 സീറ്റാണ്, 2 ജയിച്ചത്. ഇപ്പോൾ വീണ്ടും 10 സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അത് ഇല്ല. 6 സീറ്റ് 7 സീറ്റ് ജോസഫ് ഗ്രൂപ്പിനും 7 8 സീറ്റ് മാണി ഗ്രൂപ്പിനും കൊടുക്കാനേ ഉള്ളൂ. പരമാവധി 15-ൽ കവിയാൻ ഒരു സാധ്യതയുമില്ല. കാരണം കോൺഗ്രസ് പാർട്ടിക്കാണ് ഒരുപക്ഷെ ഇപ്പോൾ തെളിഞ്ഞില്ലേ, കോട്ടയം ജില്ലയിൽ വ്യക്തമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വ്യക്തമായ ചിത്രം കണ്ടില്ലേ. കോട്ടയം നഗരസഭ നഷ്ടപ്പെട്ടു LDF-ന്. പാലാ നഗരസഭ കേരള കോൺഗ്രസ് നഷ്ടപ്പെട്ടു. കേരള കോൺഗ്രസ് ഏറ്റവും പവിത്രമായ മണ്ണാണ് പാല. അവിടെ പുളിക്കാൽക്കണ്ടം ബ്രദേഴ്സ് ആൻഡ് ഡോട്ടർ അവർ ചേർന്നുകൊണ്ട് UDF-നോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പാലാ നഗരസഭ പിടിച്ചിരിക്കുകയാണ്. നായർ ഇപ്പോൾ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് എന്നൊരു പ്രതികരണത്തിൽ മാത്രം ഒതുക്കുകയാണ് കോൺഗ്രസിന്റെ നിലപാട്. പക്ഷേ വാതിൽ തുറന്നിട്ട് കേരള കോൺഗ്രസ് അഥവാ ഇങ്ങോട്ട് പ്രവേശിക്കുകയാണെങ്കിൽ അവർക്ക് എത്ര സീറ്റ് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണല്ലോ. അപ്പുറത്ത് 12 സീറ്റ് കിട്ടി, ഇത്തവണ വേണമെങ്കിൽ 13 കിട്ടും. ഇവിടെ എത്തുമ്പോൾ അത് അത്ര കൊടുക്കാൻ പറ്റില്ല എന്നൊരു യാഥാർത്ഥ്യം നിൽക്കുന്നു. കൂടുതൽ പാർട്ടികൾ എത്തുമ്പോൾ എല്ലാവരും വിട്ടുവീഴ്ച ചെയ്യണമെന്നുള്ള പ്രതികരണമൊക്കെ നേരത്തെ പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം വിട്ടുവീഴ്ച എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ഇവിടെയാണ് കേരള കോൺഗ്രസിന് താല്പര്യം. അവിടെ ഇപ്പോൾ കോൺഗ്രസിനും താല്പര്യമുണ്ട്, ജോസഫ് വിഭാഗത്തിനും താല്പര്യമുണ്ട്. അപ്പോൾ വന്നാൽ കൂടുതൽ തലവേദനയാകുമോ എന്നൊരു ചോദ്യം കൂടി ഇല്ലേ? അല്ല, അതൊക്കെ വീൽ ക്രോസ് ദ ബ്രിഡ്ജ് വെൻ ഇറ്റ് കംസ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിനകത്ത് തലവേദനയൊന്നുമില്ല. ഇപ്പൊ പ്രതിരോധത്തിലായിരിക്കുന്ന ആരാന്ന് നോക്കൂ. പ്രതിരോധത്തിലായിരിക്കുന്നത് CPM-ഉം സർക്കാരുമാണെന്നുള്ള ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനത്തോടെ തെളിഞ്ഞല്ലേ. എന്തായാലും ആ CPM പ്രതിരോധത്തിലായപ്പോ ഗുണം കിട്ടിയത് കോടിയേരി ബാലകൃഷ്ണന്റെ ഓർമ്മകൾക്കാന്നുള്ളൊരു ഗുണമുണ്ട്. അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണന് 3 വർഷമായിട്ട് അനുവദിക്കാത്ത സ്ഥലം ഇപ്പൊ ജോസ് കെ മാണിയെ സന്തോഷിപ്പിക്കാനായിട്ടാണെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയല്ലോ എന്നുള്ളതിലൊരു നല്ലൊരു ബെനഫിഷ്യറി ആയിട്ട് അദ്ദേഹം മാറുന്നുണ്ട്. ഇപ്പോ അങ്ങനെ ഒരു ടോക്കണിസത്തിലൊന്നും തീർക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. നോക്കൂ, ഇവിടെ കേരള കോൺഗ്രസ് മാണി പ്രതിദാനം ചെയ്യുന്നത് വലിയ തോതിൽ കർഷകർ, കുടിയേറ്റ കർഷകർ, മലയോര കർഷകരുണ്ട്. ആ മലയോര കർഷകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതം എന്താണെന്നുള്ള കൃത്യമായിട്ടല്ലേ. ഈ സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് 250 രൂപ റബ്ബറിന് അടിസ്ഥാന വില താങ്ങുവിലയാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചവരല്ലേ. നടപ്പിലാക്കിയിട്ടുണ്ടോ? അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. വന്യജീവി സംഘർഷം ഏറ്റവും കൂടുതൽ മലയോര മേഖലയിലെ കർഷകരെ, കുടിയേറ്റ കർഷകരെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ കാണുന്ന മരണങ്ങൾക്കപ്പുറം ജീവിതങ്ങൾ പൊലിയുന്നത് നമ്മളവിടെ കാണുന്നുണ്ട്. ഏക്കർ കണക്കിന് കൃഷി ഉൾപ്പെടെ ഈ വന്യജീവി ആക്രമണത്തിൽ തകർന്ന് കൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരത്തിൽ ഉള്ള വിഷയങ്ങൾ അവർക്കുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ക്രിസ്തീയ സമുദായത്തിന്റെ അകത്ത് BJP കടന്നു കയറാൻ വേണ്ടി പിണറായി വിജയൻ ഒരുക്കി കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട്. അങ്ങനെ പലതരത്തിൽ ഇന്ന് അവർ പ്രതിദാനം ചെയ്യുന്ന മലയോര കർഷകർ ഉൾപ്പെടെയുള്ള പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അധികാരത്തിനപ്പുറം ഏതൊരു പാർട്ടിക്കും അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസി കൈകാര്യം ചെയ്യണ്ടേ. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽപ്പെട്ട ആൾക്കാർ, കോൺസ്റ്റിറ്റ്യുവൻസി ഞാൻ ഉദ്ദേശിക്കുന്നത് അവർ പ്രതിദാനം ചെയ്യുന്ന സമൂഹം,
ആ സമൂഹത്തിൽ ആ പ്രതിദാനം ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യുവൻസി അവർക്ക് അഡ്രസ് ചെയ്യേണ്ട വിഷയങ്ങൾ ഏറെ ഉണ്ട്. അവരിത് അഡ്രസ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. വന്യജീവി സംഘർഷത്തിന് കഴിഞ്ഞ 5 വർഷമായിട്ട് 10 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരിന്റെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? പറഞ്ഞോളൂ. ഹലോ, പിണറായി വിജയൻ സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? അവിടെ ഒരു തരത്തിലും ആ കാട്ടാനകളെയും അല്ലെങ്കിൽ വന്യജീവിയും നാട്ടിലേക്ക് ഇറങ്ങിയോ കൃഷി ഇടം നശിപ്പിക്കാതെ ഇരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. 1 രൂപ ചെലവാക്കുന്നില്ല. അവിടെയുള്ള മറ്റ് കർഷകർ, ഏലം ഉൾപ്പെടെയുള്ള നാണ്യവിളകളുടെ കർഷകർ ഉൾപ്പെടെയുള്ളവരെല്ലാം അനുഭവിക്കുന്ന വലിയ ദുരിതമുണ്ട്. അവിടെ കുരങ്ങന്മാർ, ഞാൻ വയനാടുമായിട്ട് ബന്ധപ്പെട്ട് കുരങ്ങന്മാർ കാരണം അനുഭവിക്കുന്ന ദുരിതം, അവിടുത്തെ ഇത് ചെയ്തവർക്കുള്ള ദുരിതം, ഇതെല്ലാം ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചതല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഞങ്ങൾ മലയോര ജാഥയുമായിട്ട് ഞങ്ങൾ പോയപ്പോൾ കേട്ടത് മുഴുവൻ ഈ ദുരിതങ്ങളല്ലേ. ആ ഒരു സമൂഹത്തെ കൂടുതൽ പ്രതിദാനം ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അവരെ സംബന്ധിച്ചോളം റബ്ബറിന്റെ വില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് വലിയ രീതിയിൽ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അത് വേണമോ വേണ്ടയോ എന്നുള്ളത് അവരുടെ ചിന്തയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം നേരത്തെ ഇവിടെ ശ്രീ മുഹമ്മദ് ഷാ സൂചിപ്പിച്ച പോലെ ഞങ്ങൾ ഇപ്പോഴത്തെ ഫോർമേഷനിൽ ഞങ്ങൾ ഏറ്റവും വലിയ സേഫ് ആയിട്ട് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ളത് ഞങ്ങൾ പറയുന്നതല്ല, മറിച്ച് ഇന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നതാണ്. അത് വലിയ തോതിൽ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നുള്ളതും അത് UDF ഗുണകരമായി മാറും. പക്ഷെ അപ്പോഴും എന്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നണി വിപുലീകരിക്കുന്നത്? മുന്നണി വിപുലീകരിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് കേവലം ഒരു രാഷ്ട്രീയ ഫോർമേഷൻ ആയിട്ട് മാത്രമല്ല UDF നിലനിൽക്കേണ്ടത്, മറിച്ച് UDF ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായി മാറണം. ആ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായിട്ട് മാറുക എന്നുള്ളത് കൊണ്ടാണ് കഴിയാവുന്ന അത്ര പേരെ ചേർത്ത് പിടിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകാനുള്ള ചിന്ത എടുക്കുന്നത്. അതുകൊണ്ടാണ് JRPയുടെ ശ്രീമതി CK ജാനുവിന്റെ പാർട്ടിയെ പോലുള്ളവർ ഇന്ന് UDF വരുമ്പോഴത്തേക്ക് ഏറ്റവും അരികുവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തെ ഞങ്ങൾ ചേർത്ത് നിർത്താൻ ഞങ്ങൾക്ക് സാധിക്കുകയാണ്. അവർക്ക് ഒരു രാഷ്ട്രീയ അധികാരം അല്ലെങ്കിൽ രാഷ്ട്രീയ ഐഡന്റിറ്റി അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. അവർ തീർച്ചയായിട്ടും അത് ആ പാർട്ടിയെ വലിയ രീതിയിൽ ശക്തിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ പല PV അൻവർ എതിർത്തു നിന്നവരാണ്, പക്ഷെ അവരെയും ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമൂഹങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ആക്കി UDF മാറ്റുക. കാരണം അതിന് വലിയ പ്രാധാന്യമുണ്ട് സ്മൃതി. ഈ കേവല രാഷ്ട്രീയത്തിന്റെയും അഴിമതിയുടെയും എല്ലാം മാത്രം വക്താവായിട്ട് ഇന്ന് LDF അവിടെ നിൽക്കുമ്പോൾ അതിനിപ്പുറം സാധാരണ ജനങ്ങളുടെ മുഴുവൻ മുന്നേറ്റത്തെ UDF പ്രതിദാനം ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അത് വർഗീയതയെ തോൽപ്പിക്കാനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്കെല്ലാവർക്കും എത്താൻ കഴിയുന്ന, അവർക്കെല്ലാവർക്കും പ്രാതിനിധ്യം കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് UDF എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ കേവലം ഇന്നത്തെ അധികാരത്തിനകത്ത് നിന്നുകൊണ്ട് ഞങ്ങൾക്കുണ്ടാക്കാൻ കഴിയുന്ന സീറ്റുകളെ സംബന്ധിച്ചല്ല, അതിനപ്പുറം വലിയൊരു രാഷ്ട്രീയ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് ഞങ്ങൾ വാതിൽ തുറന്നിടുന്നു എന്ന് പറയുന്നത്. ആരാണെങ്കിലും അവരെ ഞങ്ങൾക്ക് സ്വീകരിക്കാനുള്ള മനസ്സുണ്ട് എന്ന് പറയുന്നത്. ശരി, ശ്രീ ജയേന്ദ്രൻ അങ്ങേക്ക് മറുപടി നൽകാം. അല്ല, ഇതിന് വിശദമായ സമയത്ത് സ്മൃതി പെട്ടെന്ന് പറയാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മനോരമ കേരളീയ സമൂഹത്തോട് വിശകലനം ചെയ്തപ്പോൾ 119 സീറ്റിലാണ് UDF ആധിപത്യം കണ്ടത്. ഇപ്പോൾ അതേ മനോരമ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവതരിപ്പിക്കുന്ന വിശകലനത്തിൽ 80 സീറ്റാണ് മുന്നേറ്റം കണ്ടത് UDF എന്ന് പറഞ്ഞാൽ 24 നിന്ന് 25 തന്നെ എത്രയാണ്? 39 സീറ്റ് കുറവാണ് UDF മുന്നേറ്റത്തിൽ. ഇത് മുന്നേറ്റമാണെന്ന് അവർ അവകാശപ്പെടുമ്പോൾ ഇത് പിന്നോക്കം പോകലാണല്ലോ. പിന്നെ LDF സംബന്ധിച്ചോളം തിരുത്താനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്തി തന്നെയാണ് മുമ്പോട്ട് പോകാറുള്ളത്. അതിന് ഈ തുടക്കം മുതലേ പലരും സൂചിപ്പിച്ചല്ലോ, ഈ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അങ്ങനെയൊന്നും അല്ല സംഭവിക്കുന്നുള്ളത് പല ഘടക നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ഉദാഹരണങ്ങൾ മുമ്പിലുമുണ്ട്. അതിവിടെ വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വിവരിക്കാനുള്ള സമയമില്ലല്ലോ, തരുന്നില്ലല്ലോ നിങ്ങൾ. അതുകൊണ്ട് ആ സമയം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാനും കഴിയില്ല. ശ്രീ മുഹമ്മദ് ഷാ, അങ്ങേക്ക് എന്താണ് ശ്രീ ജയേന്ദ്രനോട് പറയാനുള്ളത്? ഞാൻ പറഞ്ഞത് ജയചന്ദ്രൻ പറയുമ്പോൾ ഈ കാൽക്കുലേഷൻ പറയുമ്പോൾ മാത്രം ഞാൻ പറയുകയാണ്, നമ്മൾ ഈ 4 ജില്ലകളെ മാത്രം കണക്കാക്കിക്കൊണ്ട് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ നമ്മൾ അവലോകനം ചെയ്യുകയാണെങ്കിൽ എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ 33 സീറ്റുകളിൽ 31 സീറ്റുകളിലും ശക്തമായ ഭൂരിപക്ഷമാണ് ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഐക്യജനാധിപത്യത്തിൽ ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ 18 മുനിസിപ്പാലിറ്റിയിൽ 16 മുനിസിപ്പാലിറ്റിയും അതിനകത്ത് UDF ഭരിക്കുകയാണ്. ഇപ്പോൾ അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളും ഇടതുപക്ഷം നിൽക്കുന്ന പല പാർട്ടികളുടെയും വോട്ടർമാരുടെ തീരുമാനം
UDF അനുകൂലമാണ് എന്നൊരു ഫാക്റ്റ് തിരിച്ചറിയാതെ മുന്നോട്ട്, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ചർച്ചകളൊക്കെ ഇവിടെ നടത്തേണ്ടി വരുന്നതിൻ്റെ കാരണവും അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന ഫാക്റ്റ് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ്. അല്ലാതെ ഈ മറ്റ് കണക്കുകൾ, ഈ 4 ജില്ലകളുടെ കണക്കിൽ നോക്കി ഏകദേശം ഒരു 100% സക്സസ് ആണ് ഐക്യനാഥത്തോണ്ട് കിട്ടിയിരിക്കുന്നത്. ഏതായാലും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ മറ്റന്നാളത്തെ യോഗം അത് വളരെ പ്രധാനപ്പെട്ട യോഗമാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി, അവിടെ നിന്നും ഉള്ള തീരുമാനങ്ങൾ നമുക്ക് കാത്തിരിക്കാം. വളരെ നന്ദി ശ്രീ രാജു പി നായർ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ശ്രീ M ജയചന്ദ്രൻ, ശ്രീ ജോർജ് പുടിപ്പാറ, ശ്രീ മോഹൻ വർഗീസ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.